ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു പത്തൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇടുന്നത്. അപ്പോൾ പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 2 ഗ്ലാസ് പുട്ടുപൊടിയാണ് അളന്ന് എടുത്തിട്ടുള്ളത്. വീട്ടിൽ പൊടിച്ച പൊടി നേരിയ പൊടിയായതുകൊണ്ടാണ് പുട്ടുപൊടി വാങ്ങിയത്. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് പൊടിക്ക് ആദ്യം നമ്മൾ 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. 2 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിത് സ്പൂണ് വെച്ച് നമുക്കൊന്ന് നന്നായി ഇളക്കി എടുക്കാം. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കൈ കൊണ്ട് തൊടാൻ ഇപ്പോഴും പറ്റില്ല. ഇനി ഇത് നമുക്ക് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂട് കുറയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 2-2.5 ഗ്ലാസ് ഏകദേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ്, കൊച്ചുള്ളി. അത് നമ്മൾ തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് പുട്ടുപൊടി വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയും ഉള്ളിയും പെരിഞ്ജീരകവും ചേർന്ന മിക്സ് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇളം ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇതിൻ്റെ ഈ കുഴക്കുന്നതിലാണ് നമ്മുടെ ഈ പത്തലിൻ്റെ രുചിയും അതുപോലെ നമുക്കിത് തയ്യാറാക്കാൻ എളുപ്പത്തിലും ആവുന്നത്. കുറച്ച് സമയമെടുത്ത് കുഴച്ചാൽ മാത്രമേ നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. നമ്മൾ അധികം വെള്ളം ആയാൽ നമുക്കിത് ശരിക്കും എണ്ണയിൽ ചുട്ടെടുക്കാൻ വിഷമമാണ്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഒന്ന് എടുത്തതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും അതുപോലെ ചെറിയുള്ളിയും പെരിഞ്ജീരകവുമുള്ള മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കണം. നമ്മൾ അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട്, നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നന്നായി ഒന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കറണ്ട് പോയതായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനും മോളും കൂടിയാണിത് തയ്യാറാക്കുന്നത്. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് അധികം കുഴക്കാൻ വിഷമമായതുകൊണ്ട് തന്നെ അവൾ ആണ് ഇത് കുഴച്ച് തരുന്നത്. നമ്മൾ കൈ വെച്ച് ഇതുപോലെ നന്നായി കുഴച്ച് അത് കുറച്ച് പദം വരുത്തിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ പൊടി കുഴച്ച് നമ്മളെ പത്തൽ ചുടാൻ വേണ്ടിയുള്ള അതിൻ്റെ ഉരുളകളാക്കേണ്ട ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
ഇത് കുഴച്ചെടുത്താൽ അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി നോക്കിയാൽ ഇതിൻ്റെ പാകം മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. കുറച്ചൊന്ന് വെള്ളം കൈകൊണ്ട് കുടഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളകളാക്കി നമ്മളൊരു പാത്രത്തോണ്ട് മൂടി വെക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ആറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു 4 പേർക്ക് കഴിക്കാൻ ഈ 2 ഗ്ലാസ് പൊടി കൊണ്ട് തയ്യാറാക്കിയ പത്തൽ ധാരാളം ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറി കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ പത്തലിൻ്റെ കൂട്ട് റെഡിയായി വന്നു. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കാം. ഇനി നമ്മളിത് ഒരു പേപ്പർ എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മളെ പേപ്പർ എടുത്ത് ഇതിൽ ഉരുളകൾ വെച്ച് ഇതുപോലെ ഒരു കപ്പോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അധികം നേർങ്ങനെ ആക്കാൻ പാടില്ല, കുറച്ച് കട്ടിയോട് കൂടി വേണം ആക്കാൻ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് കുറച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മുകളിൽ ചെറുതായി ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നന്നായി പൊങ്ങി വരുന്നതാണ്. ഇതുപോലെ നല്ല പൊങ്ങി വരും. പിന്നെ അതൊരു ചെറുതായിട്ടൊന്ന് 2 ഭാഗവും മറിച്ചിട്ട് ഏകദേശം ഒരു ചെറിയ കളറ് മാറുന്ന സമയത്ത് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കട്ടിയില്ലാതെ നേർങ്ങനെ പരത്തിയാൽ നമുക്കിത് പൊങ്ങി വരാൻ ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പത്തൽ എണ്ണയിൽ നിന്ന് കോരേണ്ട സമയം ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയും നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് ചുട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് കഴിക്കാൻ വേണ്ടി ഒരു ചിക്കൻ കറിയും കൂടി തയ്യാറാക്കണം. തൊട്ടടുത്ത് തന്നെ ഉള്ള അടുപ്പിൽ ഞാനത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്കി ഉരുളകളും കൂടി പത്തൽ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പത്തൽ കുറച്ച് ചുട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിതിൻ്റെ കൂടെ ചുട്ടെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറിക്ക് തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ വറുത്ത തേങ്ങയും മല്ലിപ്പൊടിയും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ ചിക്കൻ കറി റെഡിയായി. ഇനി ഇത് കഴിക്കുകയേ വേണ്ടൂ. അപ്പോൾ താങ്ക് യു.